മലപ്പുറത്തെ തിരുനാവായയിൽ കുംഭമേള ആരംഭിച്ചു. തുടക്ക ദിവസങ്ങളിൽ പരിശോധിക്കുകയാണെങ്കിൽ 1000-ഓ 2000-ഓ പേര് മാത്രമായിരുന്നു പങ്കെടുത്തത്. ഇപ്പോൾ ഒരാഴ്ചയിലധികം കഴിഞ്ഞ് പരിശോധിക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് പേർ പങ്കെടുക്കുന്നു. മലപ്പുറത്തേക്ക് വലിയ ജനസാഗരം ഒഴുകിയെത്തുന്നു. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഇത് അറിഞ്ഞിട്ടില്ല. ചെറിയൊരു പരിപാടി അല്ലെങ്കിൽ ഒരു വിവാദമുണ്ടെങ്കിൽ അവിടെ പറന്നെത്തുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇതിനെ കണ്ടില്ലെന്ന് നടിക്കുന്നു? ഈ ഇപ്പോഴാണ്ട് ഒരാഴ്ച കഴിഞ്ഞു ഈ മാഘ മഹോത്സവം നിലയുടെ തീരത്ത് തുടങ്ങിയിട്ട്. ഇപ്പോൾ ഞാൻ പല ചാനലുകളും വാർത്താ ചാനലുകളും നിരന്തരമായി നോക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ മെയിൻ സ്ട്രീം മീഡിയ എന്ന് അവകാശപ്പെടുന്നവർ ഇതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ വാർത്തയോ സവിശേഷമായ പരിപാടിയോ ഒന്നും ചെയ്യുന്നില്ല. ആകെ ജനം ടി വിയാണ് ഈ നിള ആരതി വൈകുന്നേരം നടക്കുന്ന ലൈവായി കൊടുക്കുന്ന ഈ വാർത്ത അവർ മാത്രമാണ് കവർ ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ ജനം ടി വിയുടെ ഒരു ബാധ്യതയാണ്. ഹിന്ദുവിന് വേണ്ടി പറയാൻ ആരില്ലാത്തത് കൊണ്ട് ആ ഒരു ബാധ്യത അവർ നിറവേറ്റുന്നു എന്നുള്ളത് മാത്രമേ. എന്നാൽ ഹിന്ദുവിൻ്റെ തന്നെ പല ഉത്സവങ്ങളും, ഉദാഹരണത്തിന് ശബരിമല മാരോളം കടക്കമുള്ളവ നേരിട്ട് ലൈവ് ചെയ്ത് പണം ഉണ്ടാക്കുന്ന ചാനലുകളാണ് മറ്റു പലരും. ആറ്റാൽ പൊങ്കാല അവർ 2 ദിവസം മുമ്പേ കവർ ചെയ്യും, കോടിക്കണക്കിന് രൂപ പരസ്യത്തിൽ കൂടി പിരിച്ചെടുക്കും. അപ്പോൾ ഇത് നേരത്തെ സീത്ത് സൂചിപ്പിച്ച പോലെ ഇവിടുന്ന് പരസ്യമൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഇവിടെ ആൾ വരില്ല, ഇത് പൊളിഞ്ഞൊരു പരിപാടിയാണ്, എന്തോ തട്ടിക്കൂട്ട് സംവിധാനമാണ് എന്ന് ഈ മാധ്യമങ്ങൾ ഒരുപക്ഷെ തുടക്കത്തിൽ കരുതി കാണും. കാരണം അവരെ സംബന്ധിച്ച പണമാണ് ഏറ്റവും വലുത്. പണത്തിനപ്പുറം വേറെ ഒരു ചിന്തയും നമ്മുടെ നമ്മുടെ മലയാള മാധ്യമങ്ങൾക്ക്, അതായത് വിവരങ്ങൾ, വസ്തുതകൾ ജനങ്ങളെ അറിയിക്കുക എന്ന് പറയുന്ന ഒരു പ്രാഥമിക ധർമ്മമുണ്ട്. അത് അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ ഒരു വസ്തുത. അല്ല ചേട്ടാ, അതാണ് സൂചിപ്പിക്കുന്നത്. ഈ 2000-ൽ നിന്ന് 2 ലക്ഷത്തിലേക്കുള്ള മാറ്റം ചിലപ്പോൾ അവിടെയുള്ള അധികൃതർക്ക് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു തോന്നലുണ്ടോ? അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം 2028-ലാണ് ഇത് മഹാമാഘമായി നടത്താൻ ഈ മണ്ഡലേശ്വർ സ്വാമി നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ സംഘാടകർക്ക് അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്കാണ് ഈ 2026 ഉത്തരായനത്തിൽ മൗനി അമാവാസ്യ മുതൽ അതുപോലെ തന്നെ ഈ പൗർണമി വരെയുള്ള കാലയളവിൽ ഒരു 14 ദിവസം വളരെ ധന്യമായ മുഹൂർത്തമാണ്, പുണ്യ ദിനങ്ങളാണ് ഈ ദിവസങ്ങളെല്ലാം തന്നെ. അപ്പോൾ ആ ദിവസങ്ങളിൽ ചെയ്യാം, ഒരു തുടക്കമല്ലേ. 260 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു സംവിധാനമാണ്. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഇതിൻ്റെ ഒരു അറിവില്ല, എന്താണ് ഈ സംഭവം എന്നറിയില്ല. അവർക്ക് ആകെ ഉള്ളതെന്ന് പറയുന്നത് കുംഭമേള, മഹാകുംഭമേള പ്രയാഗരാജ് നടന്നതിനെ കുറിച്ച് അറിയും. എന്തുകൊണ്ട് നിളയിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട്, നിളയുടെ പ്രത്യേകത എന്താണെന്ന് ജനങ്ങൾക്ക് അറിയില്ല. ഭാരതപ്പുഴ എന്ന് പറയുന്നതല്ലാതെ അതിൻ്റെ ഒരു സാംസ്കാരികമായ അല്ലെങ്കിൽ ഈ ഐതിഹ്യപരമായ പ്രത്യേകതകളൊന്നും ആളുകൾക്ക് അറിയത്തില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ എന്ന് പറയേണ്ടി വരും. കാരണം പ്രത്യേകിച്ചും ഈ വൈകുന്നേരം നിള ആരതി നടക്കുന്ന സമയത്ത് വലിയ ജനക്കൂട്ടമാണ് അവിടെ ഉള്ളത്. ഈ സോഷ്യൽ മീഡിയ വലിയ തോതിൽ ഈ പരിപാടി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു പരിപാടി നമ്മുടെ നാട്ടിൽ നടക്കുന്നതായിട്ടും ഇതിൽ താല്പര്യമുള്ള ആളുകൾക്ക് അവിടെ പോയി പങ്കെടുക്കാനും കഴിയുന്നത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയുടെ പ്രചാരം കൊണ്ട് മാത്രമാണ്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന ഈ മുഖ്യധാര മാധ്യമങ്ങളല്ല. ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് തന്നെ മുൻകാലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പോകാൻ ഈ കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ പോകാൻ നാണക്കേട്, കുറി തൊടുവാൻ നാണക്കേട്, അതെ, ഈ കയ്യിൽ ചരട് കെട്ടാൻ നാണക്കേട്. ആ ഒരു നാണക്കേടിന്റെ കാലത്ത് നിന്നും എങ്ങനെ ഈ 2 ലക്ഷം പേരും 1.5 ലക്ഷം പേരും എല്ലാം അവിടെ ഈ നിളയുടെ തീരത്ത് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം, എന്തുകൊണ്ട് പുതിയൊരു സാഹചര്യം എങ്ങനെ രൂപപ്പെട്ടു? അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെടാനുണ്ടായ എന്തെല്ലാം സംഭവങ്ങളാണ്? അത് രൂപപ്പെടാനായിട്ട് ഒന്നിലധികം കാരണങ്ങളാണുള്ളത്. പ്രധാനമായിട്ടുള്ളത് ഹിന്ദുവിന് അവൻ്റെ സ്വത്വം നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ബോധമാണ്. പ്രത്യേകിച്ചും തമിഴ്നാടും കേരളവും കേന്ദ്രീകരിച്ച് സനാതന ധർമ്മത്തിനെതിരെ നടക്കുന്ന കടുത്ത ആക്രമണം. അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ വിഷയങ്ങൾ, ക്ഷേത്രത്തിൽ പോകാൻ നിവൃത്തിയില്ല, പോയാൽ തന്നെ അവിടെ ഈ ആരാധന നടത്താനുള്ള നിവൃത്തിയില്ല, അവിടെ പോയി പ്രസാദമായിട്ട് കിട്ടുന്ന ചന്ദനം തൊടാൻ നിവൃത്തിയില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരെയെല്ലാം ടാർഗറ്റ് ചെയ്ത് നീ വർഗീയവാദിയാണ് എന്നുള്ള തരത്തിൽ ഒരു നറേഷൻ കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മാധ്യമങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ അജണ്ട വിളമ്പുന്നവരാണല്ലോ ഇവരെന്ന് പറയുന്നത്. കുറിയിട്ടാൽ സംഖ്യയാവും എന്നുള്ളതാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ ജിഹാദികളുടെയും അജണ്ട വിളമ്പുന്നവരാണ് ഈ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നവരെ കളിയാക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആളുകൾ എന്താണ് ഈ കളിയാക്കലിന് വിധേയമാൻ ആരും ആഗ്രഹിക്കില്ലല്ലോ. പക്ഷെ ഇപ്പോൾ പൊതുവേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലാവും എന്നുള്ളൊരു തിരിച്ചറിവ് കേരളത്തിലെ ഹിന്ദുക്കൾക്ക് വന്നു തുടങ്ങിയതിൻ്റെ ഒരു ശുഭലക്ഷണമാണ് ഇപ്പോൾ ഈ മാഘമഹോത്സവത്തിന് കാണുന്ന ജനക്കൂട്ടം എന്ന് പറയുന്നത്. അത് ആരുടെയും പ്രേരണ കൊണ്ട് വരുന്നവരല്ല. ഈ നടത്തിപ്പുകാർ കേട്ടറിഞ്ഞ് വരുന്നതാണ്. ഈ സംഘാടകർ അവർ ഔദ്യമായിട്ട് ഒരു പരസ്യം നടത്തുന്നില്ല, ഒരു മീഡിയകളിൽ അവരൊരു പരസ്യം കൊടുക്കുന്നില്ല. അവരാദ്യം തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നത്. പിന്നെ അവർ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ കൂടി ഓരോ ദിവസത്തെയും പൂജകളുടെയും യാഗങ്ങളെയും യജ്ഞങ്ങളെയും കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് വരേണ്ടത് പോകേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ നടക്കുന്നു. പക്ഷേ നമ്മൾ പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ശ്രീത്തിന് ഓർമ്മയുണ്ടാവും, ആദ്യ ദിവസം ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരുന്നു സർക്കാർ ഇടപെട്ട്. അതെ, താൽക്കാലിക പാലം നിളകടന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള താൽക്കാലിക പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയാകുന്ന സമയത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. ആ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദത്തിൽ കൂടിയാണ് ചെയ്യേണ്ടി വന്നത്. പക്ഷേ വലിയൊരു രോഷം ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായപ്പോൾ, അപ്പോഴും മാധ്യമങ്ങൾ ഇവിടെ പറഞ്ഞില്ല, വലിയൊരു ഈ പറഞ്ഞ പോലെ പൊട്ടിത്തെറി സോഷ്യൽ മീഡിയയിൽ ഉണ്ടായപ്പോഴാണ് ആ പിന്നെ സ്റ്റേ എന്ത് ചെയ്യുന്നത് വെക്കേറ്റ് ചെയ്തത്. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്ന 2-3 ദിവസം കഴിയുമ്പോൾ വലിയ തോതിൽ ഈ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി നമ്മൾ പറയുന്നത് പോലെ ധാരാളം ആളുകൾ ഈ നിളയിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് ഹിന്ദുവിൻ്റെ ഒരു റിവൈവലിസമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഹിന്ദുവിനെ കേരളത്തിൽ ഹിന്ദുവിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഈ മതേതരൻ എന്നുള്ള ചാപ്പകുത്തി അവൻ്റെ സാംസ്കാരിക അടയാളങ്ങളൊന്നും അണിയാൻ അനുവദിക്കാത്ത, അല്ലെങ്കിൽ സാംസ്കാരികമായും പിന്നെ ഹൈന്ദവപരമായിട്ടും ചിന്തിക്കാൻ അനുവദിക്കാത്ത തലമുറയെ, ഹിന്ദുക്കളെ എന്താണ് അവഹേളിക്കുക എന്ന് പറയുന്ന ഒരു നയം കുറേ കാലമായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട്. അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അറ്റാക്കാണ്. അതിൽ നിന്നും ഹിന്ദു വെളിയിൽ വന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മാഘമഹോത്സവം, അതിൽ കൂടുന്ന ജനക്കൂട്ടവും. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഈ ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ BJP-യിലേക്ക് ഇടപെടൽ കൊണ്ട് ഇന്ത്യൻ റെയിൽവേ പല ട്രെയിനുകൾക്കും ഈ പറഞ്ഞ തിരൂര് സ്റ്റോപ്പ് അനുവദിച്ചു, കുറ്റിപ്പുറത്തൊക്കെ സ്റ്റോപ്പ് അനുവദിച്ചു. കാരണം ആളുകൾക്ക് പെട്ടെന്ന് വന്നു പോകാനായിട്ട്. KSRTC-യിലേക്ക് രഹസ്യമായിട്ട് നിന്ന് സ്പെഷ്യൽ സർവീസ് നടത്തുന്നുണ്ട്. വെളി മിണ്ടുന്നില്ല, മന്ത്രിയിൽ വെളി പറഞ്ഞില്ല. കുംഭമേള ബോർഡ് വെച്ച് 30% പൈസ അധികം വാങ്ങി ശബരിമല ചെയ്യുന്നത് പോലെ ഈ ഭക്തജനങ്ങളെ പിടുങ്ങുന്നുണ്ട്. അത് രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുടിവെള്ള വിതരണം പോലും ഒഫീഷ്യലായിട്ട് സർക്കാർ അവിടെ നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ സംഭവം. നമ്മൾ കണ്ടല്ലോ, ജമാഅത്ത് കൗൺസിൽ ഒരു കേരള യാത്ര നടത്തി തിരുവനന്തപുരം വരെ. തിരുവനന്തപുരത്ത് യാത്ര സഹായിക്കുമ്പോൾ പഞ്ചായത്ത് മെമ്പർമാർ മുതൽ കേരള മുഖ്യമന്ത്രി മുതൽ പ്രതിപക്ഷ നേതാവ് മുതൽ സമസ്ത രാഷ്ട്രീയക്കാരും ആ വേദിയിലുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മുസ്ലിയാരെ അഭിനന്ദിക്കാനും അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പിന്നെ വാക്കുകൾ കൊടുത്ത് പറഞ്ഞു. ഈ വേദിയിൽ വെച്ചാണ് വെള്ളാപ്പള്ളിയെ വിമർശിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഈ പറഞ്ഞ നേതാക്കൾ ഒരു വാക്ക് ഈ മാഘമേളയെ കുറിച്ച് പറഞ്ഞു. VD സതീശൻ എവിടെയെങ്കിലും പറഞ്ഞ് നമ്മൾ കേട്ടു? മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് കേട്ടു? കാരണം ഇതിൽ കൂടെ റവന്യൂ കൂടെ വരുന്നുണ്ടല്ലോ, സർക്കാരിനായാലും മറ്റ് കച്ചവടക്കാർക്ക് റവന്യൂ കൂടി ആളുകൾ കിട്ടുന്നുണ്ട്, പണവും വരുന്നുണ്ട്. ഇവരാരും ഒരു ഭാഗം വേണ്ടിയില്ല. അപ്പോൾ മാധ്യമങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ഇടതു വനിത മുന്നണികളും ഇവിടെയുള്ള ഈ മുസ്ലിം എക്കോസിസ്റ്റവും അതുപോലെ തന്നെ പിന്നെ മറ്റ് സംഘടനകളൊക്കെ ചേർന്ന് ഇതിനൊന്ന് ഇകഴ്ത്തി താഴ്ത്തിക്കെട്ടി ഇതിന് പബ്ലിസിറ്റി കൊടുക്കാതിരിക്കാനുള്ള, ആളുകളിൽ വരാതിരിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തിയിട്ട് പോലും ജനം അവിടെ വരുന്നുവെങ്കിൽ എൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഹിന്ദു ഉണർന്നു എന്ന് തന്നെ മനസ്സിലാക്കും. കേരളത്തിലെ ഹിന്ദു ഉണർന്നു എന്നാണ് മനസ്സിലാക്കുക. അവൻ്റെ സാംസ്കാരികമായ അവൻ്റെ ഒരു ഒരു പൈതൃകമുണ്ട്. ആ പൈതൃകം സംരക്ഷിക്കണം. പ്രത്യേകിച്ച് ഇതിൽ വരുന്നവരുടെ യുവാക്കളും യുവതികളുമാണ് ഈ നിലാരതിക്ക് കൂടുതൽ വരുന്നത്. അത് നല്ലൊരു സൂചന, വെൽക്കം ചെയ്യേണ്ട ഒരു സൂചനയാണ്. കാരണം അടുത്ത തലമുറ ഈ നേരത്തെ പറഞ്ഞ ഈ ചാപ്പകുത്തലിൽ നിന്നും അല്ലെങ്കിൽ മതേതരൻ എന്നുള്ള ഈ ചാപ്പയിൽ നിന്നും രക്ഷപ്പെട്ട് അവൻ്റെ സ്വാഭാവികമായ ഒരു പൈതൃകവും അവൻ്റെ സംസ്കാരവും നിലനിർത്താനും സംരക്ഷിക്കാനും ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു ഘടകമാണ്. ഈ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി പറഞ്ഞിരിക്കുന്നത് 2028 വളരെ സവിശേഷമായിട്ട് വിശാലമായി ചെയ്യും. ആ സമയത്ത് കുറച്ച് വലിയ മുഹൂർത്തം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ സാങ്കേതിക എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാം, 2028 ഇങ്ങനെ സംഭവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ സർക്കാർ ഏറ്റെടുത്ത സാഹചര്യത്തിലേക്ക് ഇത് മാറും. കാരണം പ്രയാഗരാജിൽ നമ്മൾ കണ്ട കോടിക്കണക്കിന് ജനങ്ങൾ എങ്ങനെയാണ് അവിടെ വന്നത്, അതേമാതിരിയുള്ള ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും, ഇപ്പോൾ കേരളത്തിൽ മാത്രമാണല്ലോ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഭക്തർ ഈ നിളയിൽ നടക്കുന്ന ഈ മാഘമഹോത്സവത്തിൽ
2028 പങ്കെടുക്കും, കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയൊരു സംഭവം, സൗത്തിലെ ഏറ്റവും വലിയ സംഭവമായിട്ട് മാറാനുള്ള സാധ്യത ഉള്ളത്. അന്ന് ആരാണോ ഭരിക്കുന്നത് അവർക്ക് ഇത് മാറിക്കാൻ കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഈ പറഞ്ഞ ഹിന്ദുവിൻ്റെ വഴിയെ സംസ്ഥാന സർക്കാരിന് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അതാണ് ഇപ്പോൾ നമ്മൾ നിളയിൽ അല്ലെങ്കിൽ തിരുനാവായയിൽ നമ്മൾ കാണുന്നത്.